അപ്പോൾ വേടൻ ഒരിക്കൽ പറഞ്ഞു, ജീവിതകാലം മുഴുവൻ മണ്ണിൽ പണിയെടുത്തിട്ടും വേടൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിലെ രൂക്ഷമായൊരു വിഭവാധികാര പ്രശ്നത്തെ കൂടിയാണ് വേടൻ അഡ്രസ്സ് ചെയ്തത്. വേടൻ ഇന്ന് ഒരുപക്ഷെ പണമുണ്ടായിരിക്കാം, വേടൻ ഇന്ന് ഭൂമി വാങ്ങാൻ സാധിച്ചേക്കാം, അല്ലെങ്കിൽ വീട് വെക്കാൻ സാധിച്ചേക്കാം. പക്ഷേ വേടൻ്റെ അച്ഛനും അമ്മയ്ക്കും അതിന് കഴിയാതിരുന്ന ആ ഒരു സിസ്റ്റം അത് ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തോട് വേടൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, എങ്ങനെ തോന്നുന്നത് ആ ഒരു സിസ്റ്റം ഇപ്പോഴും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ? ഇപ്പോൾ കേരളത്തിൽ ദളിത് ആദിവാസി ജനങ്ങളുടെ മാറ്ററിനെ കുറിച്ച് നമ്മൾ എവിടെയെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കൗണ്ടർ വെക്കാൻ വേണ്ടി എടുത്തിടുന്ന ഒരു വാക്കാണ് കേരളത്തിലാണ് ഭൂപരിഷ്കരണ നിയമമൊക്കെ നടന്ന് മനസ്സിലായോ? അത് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരാണ് അത് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് ഭൂപരിഷ്കരണ നിയമം ആർക്കാണ് ഉപകാരപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ സ്റ്റഡി വെറുതെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് റിസർവേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് ഇവിടെയുള്ള പട്ടികജാതിക്കാരെ കളിയാക്കുന്ന ഒരു പരിപാടിയില്ലേ, അതേ സെയിം മെത്തേഡായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നെ ഇന്ത്യയിൽ ഇപ്പൊ വേടന്റെ കയ്യിൽ കാശുണ്ട്, വേടൻ കാർ വാങ്ങാനും വീട് വാങ്ങാനൊക്കെ വേടന് പറ്റുന്നുണ്ട്. പക്ഷെ വേടൻ പട്ടികജാതിക്കാരനെ അല്ലാതെ ആയി മാറുന്നില്ല ഒരിക്കലും. അതിന് ഒരുപാട് കാലങ്ങൾ ജാതി ഇല്ലാതാവാൻ